അപ്പൊ നമ്മുടെ OP10.0 സെക്കൻഡ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗ് സെഷൻ, ഓറിയന്റേഷന്റെ പാർട്ട് ആയിട്ടുള്ള സിലബസ് ഡീകോഡിംഗ് സെഷനിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. നിങ്ങളിപ്പോ BA എക്കണോമിക്സിന്റെ ഫസ്റ്റ് ഇയറിന്റെ സിലബസ് ഡീകോഡിംഗും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു വലിയ ഓറിയന്റേഷൻ ഒക്കെ നിങ്ങൾ ഓൾറെഡി ടേക്ക് പാർട്ട് ചെയ്തിട്ടുണ്ടാവും. ദിസ് ഇസ് ദ സെക്കൻഡ് ഇയർ. സെക്കൻഡ് ഇയർ ആകുമ്പോഴത്തേന് നിങ്ങളുടെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ സിലബസ് ഡീകോഡിംഗ് ആയിരിക്കും ചെയ്യുന്നുണ്ടാവാൻ. ഇപ്പൊ ഫസ്റ്റ് ഇയറിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനുള്ളത്, ത്രൂ ഔട്ട് നിങ്ങളുടെ ആ ഇയറിനകത്ത് എന്തൊക്കെ പേപ്പേഴ്സ് ആണ് പഠിക്കാനുള്ളത്, ആ പേപ്പറിനകത്ത് ഏതൊക്കെ ബ്ലോഗ്സ് ആണ്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഉള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്ന ഒരു സെഷനാണ് നമ്മൾ ഇപ്പോൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മെന്റർ ആയിട്ടുള്ള ഷെറിൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ അഡ്രസ് ചെയ്യാനും അല്ലെങ്കിൽ നിങ്ങളെ വിഷ് ചെയ്യാനും വേണ്ടിയിട്ട് LSC ഫാത്തിമ ബീവിയും കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ BA എക്കണോമിക്സ് ലേണേഴ്സ് ഐ വെൽക്കം ദം. അതുപോലെ തന്നെ ഫ്രം ദി ലേൺ വൈസ് ടീം ഞാൻ നിങ്ങളെയും വെൽക്കം ചെയ്യുന്നുണ്ട്. സോ ഇനിയിപ്പോ നമുക്ക് ഡയറക്റ്റ് സിലബസ് ഡീകോഡിംഗിലേക്ക് കടക്കാം. സോ ഫോർ ദാറ്റ് ഐ വെൽക്കം ഷെറിൻ ടു ടേക്ക് ഓഫ് ദിസ് സെഷൻ. സോ നമുക്ക് ഈ ടേബിൾ കണ്ടാൽ മനസ്സിലാകും നമ്മുടെ സെക്കൻഡ് ഇയർ BA എക്കണോമിക്സിന്റെ ഫുൾ കോഴ്സസ് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമ്മുടെ ലേണേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കോഴ്സസും ഇതിനകത്തുണ്ട്. ഓക്കെ, സോ നമുക്ക് ഒന്ന് ക്വിക്കായിട്ട് ഏതൊക്കെ കോഴ്സസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാം. ഇവിടെ കോഴ്സസ് അതുപോലെ തന്നെ അവൈലബിലിറ്റി കോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ളി അവൈലബിൾ ആണ്. ലേണേഴ്സ് എല്ലാ മെറ്റീരിയൽസും അതുപോലെ ഇൻക്ലൂഡിങ് വീഡിയോസ്, ലൈവ് റെക്കോർഡിംഗ് സെഷൻസും അങ്ങനത്തെ എല്ലാ മെറ്റീരിയൽസും അവൈലബിൾ ആക്കുന്ന സം കോഴ്സസ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് BECC 105 ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കോണമിക്സ് പാർട്ട് 1. ഓക്കെ, നെക്സ്റ്റ് BECC 106 ഇന്റർമീഡിയറ്റ് മാക്രോ എക്കോണമിക്സ് പാർട്ട് 1. Third one, BECC 107 Statistical Methods for Economics. Next, BECC 108 Intermediate Microeconomics Part 2. Next, BECC 109 Intermediate Macroeconomics 2. Next one, BECC 110 Introductory Econometrics. Next one, BCOS 183 Computer Application in Business. Next one, BPCS 183 Emotional Intelligence. Next one, BPAG 173 E-Governance. Next one, BPCG 173 Psychology for Health and Well-being. ഇതൊക്കെ കോഴ്സ് അല്ല, അതിന് പുറമെയുള്ള കോഴ്സസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് BEGG 173 Academic Writing and Composition. Next one, BPAG 174 Sustainable Development. Next, BPCS 184 School Psychology. Next one, BPCS 186 Managing Stress. Next one, BPAS 184 Logistics Management. Next one, BEGS 183 Writing and Study Skills. Okay, ഇപ്പൊ സെക്കൻഡ് ഇയറിൽ അവൈലബിൾ ആയിട്ടുള്ള ഫുൾ കോഴ്സസ് ആണത്, ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്. ഓക്കെ, സെക്കൻഡ് ഇയർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ല. ഇത് നമ്മുടെ കോഴ്സ് കോഡാണ് BECC 105 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. കോഴ്സിന്റെ നെയിമാണ് പിന്നീട് കൊടുത്തിട്ടുള്ളത്, ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കോണമിക്സ് പോലത്തെ. ഓക്കെ, നെക്സ്റ്റ് കോഴ്സസ് ആണ്. ഈ കോളം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു PPT കാണുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അവൈലബിലിറ്റി എന്നുള്ള കോളത്തിൽ മെറ്റീരിയൽസ് ഓൺലി. നമ്മുടെ ലേണേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ മെറ്റീരിയൽസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. റെക്കോർഡിംഗ് വീഡിയോസോ അല്ലെങ്കിൽ സ്റ്റഡി ക്ലാസ്സസോ വേറെ ഒന്നും തന്നെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അത് സ്റ്റുഡൻസിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് അത് പഠിക്കുക എന്നുള്ളത്. ഓക്കെ, സോ നമ്മൾ വൈസായിട്ട് തന്നെ നമ്മുടെ സബ്ജക്റ്റ് ഒക്കെ ചൂസ് ചെയ്യാം. അപ്പൊ ഏതൊക്കെ കോഴ്സസ് ആണ് ഇതിലുള്ളതെന്ന് നോക്കാം. BANS 183 Tourism Anthropology. Okay. Next, BPCS 185 Developing Emotional Competence. Next one, BPCS 187 Managing Human Resources. Next one, BSSS 183 Life Skills. Next one, BSOG 173 Rethinking Development. Next, BPCG 174 Psychology and Epidemiology.
Next, BECS 184, Data Analysis. Next one, BEGS 186, Business Communication. Next one, BPCS 188, Application of Social Psychology. Next one, ONROO2, Basics of Hydrology. Next one, BPCG 176, Psychology of Gender. And last, BEGG 174, Creative Writing. Okay, so ഇതൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ഇയർ എക്കോണമിക്സിലുള്ള ഓണർ ഡിഗ്രിക്കകത്തുള്ള കോഴ്സസ്. ഇതിൽ നമ്മളിപ്പോൾ ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസും അതുപോലെ മെറ്റീരിയൽസ് ഓൺലി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസും പരിചയപ്പെട്ടു. ഇനി നെക്സ്റ്റ് നമുക്ക് ക്വിക്കായിട്ട് BA എക്കണോമിക്സ് തേർഡ് ഇയറിന്റെ സിലബസ് മാപ്പിംഗ് ഒന്ന് നോക്കാം. എല്ലാ കോഴ്സസും ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. BECC 111, Indian Economy Part 1. BECC 112, Development Economics Part 1. BECC 113, Indian Economy Part 2. BECC 114, Development Economics Part 2. BECE 141, Economics of Health and Education. BECE 143, Environmental Economics. BECE 142, Applied Econometrics. BECE 144, Financial Economics. Okay, ഇതൊക്കെയാണ് തേർഡ് ഇയറിലുള്ള ഫുള്ളി കോഴ്സസ്. ഓക്കെ, എല്ലാ കോഴ്സസും തന്നെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് BA എക്കോണമിക്സ് സെക്കൻഡ് ഇയറിലെ ഇന്റഗ്രേറ്റഡ് എക്കോണമിക്സിന്റെ 4 ഇയർ അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാമിന്റെ കോഴ്സസ് 4 കോർ പേപ്പേഴ്സ് ആണ് അവർക്കുള്ളത്. ആ കോർ പേപ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, BECC 107, Statistical Methods for Economics. Second paper, BECC 115, Intermediate Microeconomics. Third one, BECC 116, Intermediate Macroeconomics. And last core paper is BECC 118, that is Indian Economy. Okay, next നമ്മൾ 4 year under graduate പ്രോഗ്രാമിൽ രണ്ട് അഡീഷണൽ കോഴ്സസ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സും അതുപോലെ തന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സും. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് പേപ്പർ ആണ് DEGAE 182, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ്. 2 കോഴ്സസ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒരു കോഴ്സ് മാത്രം നമ്മൾ ലേണർ ചൂസ് ചെയ്താൽ മതി. ഓക്കെ, സോ BEGS 183, Writing and Study Skills. Next one, BPCS 183, Emotional Intelligence. ഏതെങ്കിലും ഒരു പേപ്പർ മാത്രം നമുക്ക് പഠിക്കാനുണ്ടാവുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ FYUPയുടെ പ്രോഗ്രാമിലെ മൈനർ കോഴ്സസ് ആണ്. ഓക്കെ, ഒരു മൈനർ സബ്ജക്ട് മാത്രം ചൂസ് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ 2 മൈനർ സബ്ജക്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നമുക്ക് ചൂസ് ചെയ്താൽ മതി. സോഷ്യോളജിയും സൈക്കോളജിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോഷ്യോളജിയുടെ അണ്ടറിലും സൈക്കോളജിയുടെ അണ്ടറിലും 2 കോഴ്സസ് വീതം നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, സോഷ്യോളജിയുടെ അണ്ടറിൽ BSOM 161, Introducing Sociology. ഓക്കെ, നെക്സ്റ്റ് BSOM 162, Understanding Indian Society. ഇനി സോഷ്യോളജിയുടെ അണ്ടറിൽ BPCM 161, Foundations of Psychology. ആൻഡ് the next paper is BPCM 162, Introduction to Social Psychology. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഇയർ എക്കോണമിക്സിലെ ഓണർ ഡിഗ്രിയുടെ സിലബസ് മാപ്പിംഗ് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് ആണ്. അപ്പൊ നമുക്ക് 6 കോർ കോഴ്സസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഓരോന്നും നമുക്ക് ക്വിക്ക് ആയിട്ടൊന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് വൺ, BECC 105, Intermediate Micro Economics Part 1. മൈക്രോ എക്കോണമിക്സ് ആണ്. ഇൻഡിവിജ്വൽ ലെവലിലുള്ള അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ലെവലിലുള്ള എക്കോണമിയും അതുപോലെ എക്കോണമിക് കൺസെപ്റ്റ്സും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അതിന് നമുക്ക് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, എന്റെ ഇൻഡിവിജ്വൽ ലെവൽ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡിലുള്ള എക്കോണമി എന്തൊക്കെ നടക്കുന്നു, കൺസ്യൂമർ ബിഹേവിയറും ഡിമാൻഡും ഓക്കെ പ്രിഫറൻസസും അതൊക്കെയാണുള്ളത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിൽ നമുക്ക് 3 ബ്ലോക്സ്. ഫസ്റ്റ് ബ്ലോക്കിൽ കൺസ്യൂമർ തിയറി. ഓക്കെ, കൺസ്യൂമർ തിയറിക്കകത്ത് 4 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 1, പ്രിഫറൻസസ് ആൻഡ് യൂട്ടിലിറ്റി. യൂണിറ്റ് 2, കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. യൂണിറ്റ് 3, കൺസ്യൂമർ സർപ്ലസ്. യൂണിറ്റ് 4, ചോയ്സ് അണ്ടർ സെർട്ടനിറ്റി ആൻഡ് ഇന്റർടെമ്പറൽ ചോയ്സസ്. അപ്പോൾ കൺസ്യൂമർ ആരാണ്? നമ്മളാണ് കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റ് ഡിഫറെന്റ്
പ്രിഫറൻസസ് ഉള്ളതായിരിക്കും. ഓക്കെ, അതിന്റെ യൂട്ടിലിറ്റിയും ഡിഫറെന്റ് ആയിരിക്കും, നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും ഡിഫറെന്റ് ആയിരിക്കും. സോ ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മളെ കൺസ്യൂമറിന്റെ പ്രിഫറൻസസും ചോയ്സസും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ കൺസ്യൂമറിന്റെ ഇക്വിലിബ്രിയം, ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമറിന് ലോസ് വരാത്ത രീതിയിൽ കൺസ്യൂമേഴ്സിന്റെ സർപ്ലസ്, അതുപോലെ തന്നെ ഇന്റർ ടെമ്പോറൽ ചോയ്സസ്, ഡിഫറെന്റ് പീരിയഡില് കൺസ്യൂമർ ചൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് അല്ലെങ്കിൽ വൈസ് ആയിട്ട് കൺസ്യൂമറിന്റെ പ്രിഫറൻസസ്, കൺസ്യൂം ചെയ്യുന്നതിന്റെ പ്രിഫറൻസസ് ഇന്റർ ടെമ്പോറൽ ചോയ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് ആണ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. 2 യൂണിറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. യൂണിറ്റ് 5 പ്രൊഡക്ഷൻ ഫംഗ്ഷൻ വിത്ത് 1 and more വേരിയബിൾ ഇൻപുട്സ്. യൂണിറ്റ് 6 കോസ്റ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് കോസ്റ്റ്, പ്രൊഡക്ഷൻ എങ്ങനെ, എന്ത് ഔട്ട്കം കിട്ടുന്നു, എന്തൊക്കെയാണ് അതിന്റെ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റ്. ഓക്കെ, പ്രൊഡക്ഷൻ വിത്ത് 1 വേരിയബിൾ ആകുമ്പോൾ എങ്ങനെയാണ് ഔട്ട്കം കിട്ടുന്നത്, ഡിഫറെന്റ് വേരിയബിൾസ് ആകുമ്പോൾ കിട്ടുന്ന ഔട്ട്കം എങ്ങനെയാണ്, അതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ പഠിക്കുന്നത്. Next, block 3, equilibrium under perfect competition. We have 2 units. Unit 7, profit maximization by competitive firm. Unit 8, efficiency of a competitive market. അപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എങ്ങനെയാണ്, ഒരു എക്കോണമിക് ടെറിട്ടറിക്ക് അകത്തുള്ള ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് അതെങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അതുപോലെ അതിന്റെ എഫിഷ്യൻസി എന്തൊക്കെയാണ്, പിന്നെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അല്ലെ. ഏതൊരു ഫേമിനും ഏതൊരു ബിസിനസ് ട്രാൻസാക്ഷനും എന്താണ് ഔട്ട്കം, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. അത് അങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, അതിന്റെ കോൺസെപ്റ്റ്സ്, തിയറീസ് ഒക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്തുള്ളത്. നെക്സ്റ്റ് പേപ്പർ ആണ് BECC 106 ഇന്റർമീഡിയറ്റ് മാക്രോ എക്കോണമിക്സ് 1 പാർട്ട് 1. മാക്രോ എക്കോണമിക്സ് ആണ്, മാക്രോ ലെവലാണ്, മൈക്രോ ലെവൽ അല്ല. ഒരു എക്കോണമിക് ടെറിട്ടറി ആസ് എ ഹോൾ എടുത്തിട്ടാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ, ഓക്കെ, ഇന്ത്യൻ എക്കോണമി എടുക്കാം. ഓക്കെ, അത് ഒരു മാക്രോ എക്കോണമിക് ലെവലാണ്. അതുപോലെ ഇന്ത്യ റെസ്റ്റ് ഓഫ് ദ വേൾഡുമായിട്ടുള്ള നമ്മുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ എന്താണ് മാക്രോ എക്കോണമിക് ലെവലാണ്, ബിഗ് സ്കെയിലുള്ളതാണ്. ഓക്കെ, സിംപ്ലി പുട്ട് ഇറ്റ് സിമ്പിൾ. Okay, so block 1 aggregate demand and supply. In this block, we have 3 units. First one, aggregate demand. Second, aggregate supply. And third, equilibrium output and prices. Okay, എന്താണ് aggregate demand? Aggregate demand അതുപോലെ ഡിമാൻഡിന്റെ ഡെഫിനേഷൻ എന്താണ്, അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ കർവ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എങ്ങനെയായിരിക്കും, അതുപോലെ വാട്ടർ സപ്ലൈ, അഗ്രിഗേറ്റ് സപ്ലൈ ഡെഫിനേഷൻ, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ്. ഓക്കെ, പിന്നെ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആൻഡ് പ്രൈസസ്, ഔട്ട്പുട്ട് പ്രൈസസിന്റെ ഇക്വിലിബ്രിയം പോയിന്റ്, അതുപോലെ അത് അഗ്രിഗേറ്റ് ഡിമാൻഡ് സപ്ലൈ കർവിൽ എങ്ങനെ കാണിക്കുന്നു, ഇതൊക്കെയാണ് ഈ ബ്ലോക്കിനകത്ത് ഉണ്ടാവുക. നെക്സ്റ്റ് ബ്ലോക്ക് 2, എക്സ്പെക്ടേഷൻസ്, ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. We have 3 units in this block. Okay, so unit 4, adaptive expectations. Unit 5, rational expectations. Unit 6, inflation and unemployment. ഓക്കെ, സോ നമ്മൾ എക്കോണമിക് കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തിയറി നമ്മൾ എക്കോണമിയിലോട്ടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഇത് നമ്മൾ മാക്രോ എക്കോണമിക് ലെവലിലാണ് പറയുന്നത്. അപ്പോൾ ഒരു ഇന്ത്യൻ എക്കോണമിയിലോട്ടേക്ക് ഒരു എക്കോണമിക് കോൺസെപ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒന്നെങ്കിൽ ബാക്ക്വേർഡ് ലുക്കിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഫോർവേഡ് ലുക്കിംഗ് ആയിരിക്കും. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പാസ്റ്റിലെ ഡാറ്റാസ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ പലതും എന്ത് ചെയ്യുന്നത്, ഡിറ്റർമൈൻ ചെയ്യുന്നത്. അത് ഫ്യൂച്ചറിൽ എങ്ങനെ ബാധിക്കും. ഓക്കെ, ബിക്കോസ് വി ഹാവ് ബിസിനസ് സൈക്കിളിൽ പല ഫ്ലക്ച്വേഷൻസും വരും. അപ്പൊ എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഔട്ട്കം കിട്ടുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കൺസെപ്റ്റ്സ് ആണ് നമ്മൾ മുന്നോടിയായിട്ട് എടുക്കേണ്ടത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അതാണ് അഡാപ്റ്റീവ് ആൻഡ് റാഷണൽ എക്സ്പെക്ടേഷനിൽ പറയുന്നത്. പിന്നെ ഇൻഫ്ലേഷൻ ആൻഡ് അൺഎംപ്ലോയ്മെന്റ്. ഇൻഫ്ലേഷൻ എങ്ങനെ ഒരു കൺട്രിയെ ബാധിക്കുന്നു, അൺഎംപ്ലോയ്മെന്റ്, കാരണം നമ്മുടെ ഓപ്പൺ എക്കോണമിയാണ്. അപ്പം നമ്മൾ അതർ നേഷനായിട്ട് ട്രാൻസാക്ഷൻ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് ഇവിടെ വല്ല ഇൻഫ്ലേഷൻ സംതിങ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതെങ്ങനെ ട്രേഡിനെ ബാധിക്കും. ഓക്കെ, ഇത് നാഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ എക്കോണമിയെ അതെങ്ങനെ ബാധിക്കും. ഓക്കെ, അതൊക്കെയാണ് യൂണിറ്റ് 6 ആൻഡ് ബ്ലോക്ക് 2 ആസ് എ ഹോൾ ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 BECC 106 കോഴ്സിനകത്തുള്ള ബ്ലോക്ക് 3, ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് ആൻഡ് എക്സ്ചേഞ്ച് റേറ്റ്. We have 3 units in this block. Financial markets. Unit 8, balance of payment. Unit 9, exchange rate determination. Okay, so balance of payment and exchange rate. നമ്മൾ മാക്രോ എക്കോണമി എന്താണെന്ന് പറഞ്ഞല്ലോ, ഇന്ത്യൻ എക്കോണമി, അതുപോലെ എക്കോണമി ആസ് എ ഹോൾ എടുത്തിട്ടാണ് നമ്മൾ ഇതിലുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. സോ ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്ന് പറയുമ്പം മണി മാർക്കറ്റ്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റ്, അങ്ങനെ ഡിഫറെന്റ് മാർക്കറ്റ്സ് ഉണ്ട്. അതൊക്കെ ഈ ബ്ലോക്കിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ്, നമ്മുടെ
ഓപ്പൺ എക്കോണമി ആയിട്ടുള്ള ഓരോ നാഷൻസും ഓരോ റെസിഡന്റ് കൺട്രീസും എന്താണ് അതർ നേഷനുമായിട്ട് ബിസിനസ്സിൽ ഏർപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഏർപ്പെടുമ്പോൾ അതിലുള്ള ഇമ്പോർട്ട്സ് എക്സ്പോർട്ട് അതിന്റെ ബാലൻസിങ് അങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെയാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനകത്ത് വരുന്നത്. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഡിറ്റർമിനേഷൻ ആണ് നമ്മുടെ റെസിഡന്റ് കൺട്രിയിലെ കറൻസി പ്രൈസ് വിത്ത് റെസ്പെക്ട് ടു അതർ നേഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ബ്ലോക്കിനകത്തുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് blocks are in open economy models. Okay, Unit 10, Mundell-Fleming model. Unit 11, Dornbusch's overshooting model. Unit 12, macroeconomic policy in an open economy. Okay, അപ്പൊ ഓപ്പൺ എക്കോണമി എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ്, കോൺസെപ്റ്റ്സ്, അതുപോലെ അതിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള മോഡൽസ്. ഓക്കെ, ഓപ്പൺ എക്കോണമി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഏത് കോൺസെപ്റ്റ്സിന്റെ ബേസിലാണ് ഫൗണ്ടിലാണ് അതൊക്കെ വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെയാണ് എന്ത് ഈ ഒരു ബ്ലോക്കിനകത്തുള്ള ഡിഫറെന്റ് മോഡൽസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മണ്ടൽ-ഫ്ലെമിംഗ് മോഡൽ, അതുപോലെ തന്നെ ഡോൺ-ബുഷ്യസ് ഓവർഷൂട്ടിംഗ് മോഡൽസ്, പിന്നെ ഓപ്പൺ എക്കോണമിയിലുള്ള മാക്രോ എക്കോണമിക് പോളിസീസ്, ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെന്റ്, ഇതൊക്കെ വരുമ്പോൾ എടുക്കുന്ന പോളിസീസും ടാർഗറ്റ്സും ഒക്കെയാണ് എന്ത് ഇതിനകത്തുള്ളത്. ഓക്കെ, നെക്സ്റ്റ് BECC 107 സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഫോർ എക്കോണമിക്സ്. ഓക്കെ, ബ്ലോക്ക് 1 ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. Unit 1, basic statistical concepts and data collection methods. Unit 2, tabulation and graphical representation of data. Unit 3, summarization of univariate data. Unit 4, measures of skewness and kurtosis. Okay, so ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സും അതുപോലെ അതിന്റെ ഡെഫിനേഷൻസും ഡാറ്റ കളക്ഷൻസും ഡാറ്റ കളക്ഷൻ മെത്തേഡ്സും പിന്നെ എങ്ങനെയാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, അതുപോലെ തന്നെ ഡാറ്റയെ നമ്മൾ എങ്ങനെ ടാബുലേറ്റിംഗ് ചെയ്യുന്നു, പിന്നെ സമ്മറൈസേഷൻ ഓഫ് യൂണിവേരിറ്റി ഡാറ്റാസ്, അതുപോലെ തന്നെ സ്ക്യൂനസ് മെഷേഴ്സും കുർത്തോസിസ് മെഷേഴ്സും ഒക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്തുള്ളത്. നെക്സ്റ്റ് ബ്ലോക്ക് 2, സമ്മറൈസേഷൻ ഓഫ് ബിവാരിറ്റി ആൻഡ് മൾട്ടിവാരിറ്റി ഡാറ്റ. ഓക്കെ, we have 4 units. Unit 5, correlation and regression. Unit 6, index numbers. Unit 7, deterministic time series and forecasting. Unit 8, vital statistics. Okay, so variable ആയിട്ടുള്ള 2 വേരിയബിൾസ് അല്ലെങ്കിൽ കമ്പോണൻസ് തമ്മിലുള്ള കോറിലേഷൻസും റിഗ്രഷൻസ്. ഓക്കെ, പിന്നെ ഇൻഡെക്സ് നമ്പേഴ്സ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ എക്കോണമിയിൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ എക്കോണമിക് കൺസെപ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട്. സോ അതിനകത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഡെക്സ് നമ്പേഴ്സ്, പിന്നെ ടൈം സീരീസ്, ഫോർകാസ്റ്റിംഗ്, അതുപോലെ എക്കോണമിക് കോൺസെപ്റ്റ്സിന്റെ ടൈം സീരീസ്, അതിന്റെ ഫോർകാസ്റ്റിംഗ്, പിന്നെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സുകളും അതിന്റെ മെത്തേഡ്സും ആണുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3, probability theory. Unit 9, elementary probability. Unit 10, discrete probability distribution. Unit 11, continuous probability distribution. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ കൺസെപ്റ്റ്സും ഇവന്റ്സും റൂൾസും അതുപോലെ ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റിയും പിന്നെ റാൻഡം ആയിട്ടുള്ള കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് ഉള്ളത്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതിന്റെ ഫങ്ഷൻസും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ് സാമ്പിളിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫറൻസ്. ഓക്കെ, 4th ബ്ലോക്കിൽ. സോ യൂണിറ്റ് 12 സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ്. യൂണിറ്റ് 13 we have statistical estimation. Unit 14 testing of hypothesis. And lastly, Unit 15 chi-squared test. Okay, അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ വരുന്നത്? സാമ്പിളിംഗ് പ്രൊസീജിയേഴ്സ് ആണ്. പോപ്പുലേഷൻ, അതിന്റെ സാമ്പിളിങ്ങും പ്രൊസീജിയേഴ്സും ഇമ്പോർട്ടൻസും സർവേസ് ഒക്കെയാണ് ഇതിനകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ എസ്റ്റിമേഷൻസും ഇന്റർവൽ എസ്റ്റിമേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും നൾ ആൻഡ് ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ്. ഓക്കെ, പിന്നെ chi-square ടെസ്റ്റ്, അതിന്റെ കോൺസെപ്റ്റ് എന്താണ്, ഓക്കെ, അതൊക്കെയാണ് വരുന്നത്. ഡെഫിനിഷൻസ് ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ് BECC 108 ഇന്റർമീഡിയറ്റ് മൈക്രോ എക്കോണമിക്സ് 2. അഗെയിൻ മൈക്രോ എക്കോണമിക്സ് പാർട്ട് 2. ഓക്കെ, ബ്ലോക്ക് 3 imperfect competition part 2. Unit 5 oligopoly and Unit 6 game theory and its applications. എന്താണ് ഒളിഗോപോളി, അതുപോലെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഒളിഗോപോളി ആൻഡ് മോണോപോളി. ഓക്കെ, അതെങ്ങനെ ഒരു എക്കോണമിക് ടെറിട്ടറിനെ ബാധിക്കുന്നു, അതിന്റെ ഡെഫിനേഷൻസ് എന്തൊക്കെ, ഇതിലുള്ള കൺസെപ്റ്റ്സ് എന്തൊക്കെയാ, തിയറീസ് ഒക്കെ. പിന്നെ ഗെയിം തിയറീസ്, അതിലുള്ള പാർട്ടിസിപ്പൻസ്, പേ ഓഫ്സ്, അതിലുള്ള ആപ്ലിക്കേഷൻസും ഡെഫിനേഷൻസും ഒക്കെ ഈ ഒരു എൻ്റെ ബ്ലോക്കിനകത്ത് ഡിസ്കസ് ചെയ്യും. പിന്നെ ബ്ലോക്ക് 4 മാർക്കറ്റ് ഫെയിലിയർ ആണ്. 2 യൂണിറ്റ്സ് ആണ് നമുക്കുള്ളത്. Unit 7 externalities and public goods. And Unit 8 we have asymmetric information. അപ്പോൾ externalities,
പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്. അതുപോലെ പബ്ലിക് ഗുഡ്സ്, ഡിഫൈൻ പബ്ലിക് ഗുഡ്സ്, എന്താണ് പബ്ലിക് ഗുഡ്സ്. ഓക്കെ, പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റ് ആണ് എക്കോണമിയിൽ. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ അസിമെട്രിക് ഇൻഫോർമേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഒരു കമ്പോണന്റിന് അല്ലെങ്കിൽ ഒരു വേരിയബിളിന് മാത്രം ഇൻഫോർമേഷൻസ് പോസിറ്റീവ് ആയിട്ട് കിട്ടുന്നു. അപ്പൊ അവിടെ സംഭവിക്കുന്ന അസിമെട്രിക് നേച്ചറും സംതിങ് ഒക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് BECC 109 ഇന്റർമീഡിയറ്റ് മാക്രോ എക്കോണമിക്സ് പാർട്ട് 2. മാക്രോ എക്കോണമിക്സ് കേട്ടോ. ഓക്കെ, block 1 we have 4 units. Unit 1 Herald-Dormer model, Unit 2 Solow model, Unit 3 endogenous growth model, Unit 4 business cycle. ഓക്കെ, അപ്പൊ ഹെറോഡ്-ഡോമർ മോഡൽ എന്ന് പറയുമ്പം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മോഡൽ ആണ്. ഓക്കെ, ബേസിക് ഗ്രോത്ത് മോഡൽ, അതിന്റെ കണ്ടീഷൻസ് ഒക്കെയാണ്. പിന്നെ സോളോ മോഡൽ എന്ന് പറയുമ്പോൾ ഒരു എക്സോജീനിയസ് മോഡലാണ്. നമ്മളെ റോൾ ഓഫ് ക്യാപിറ്റൽ, ലേബർ, ടെക്നോളജി, ഓക്കെ, അങ്ങനത്തെയൊക്കെയാണ് സോളോ മോഡൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ. എൻഡോജീനിയസ് ഗ്രോത്ത് മോഡൽ എന്ന് പറയുമ്പോൾ ഇന്റേണൽ ഫാക്ടേഴ്സ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് മോഡൽ. ലാസ്റ്റ്ലി ബിസിനസ് സൈക്കിൾ. ബിസിനസ് സൈക്കിൾ എന്ന് പറയുമ്പോൾ എക്കോണമി ഇപ്പോഴും സ്റ്റേബിൾ ആയിട്ടല്ല ഉണ്ടാവും. എക്കോണമിയിൽ ഡിഫറെന്റ് സൈക്കിൾസ് ഉണ്ട്. ബൂം കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ്. സോ 4 ബേസിക് ആയിട്ടുള്ള ബിസിനസ് സൈക്കിൾ ഉണ്ട്. അത് ഏതൊക്കെയാണ്, അതിന്റെ ഡെഫിനേഷൻ എന്തൊക്കെയാണ്, അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെയാണ് യൂണിറ്റ് 4-നകത്തുള്ളത്. Okay, next block 2, the macroeconomic foundation. We have 4 units in this block. Unit 5, intertemporal choices. Unit 6, intertemporal choices part 2. Unit 7, investment function. Unit 8, demand for money, post-Keynesian view. Okay. So, intertemporal choices എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ടൈം പീരിയഡിൽ എടുക്കുന്ന ചോയ്സസ് ആണ്. ഓക്കെ, കൺസ്യൂമറിന്റെ ഡിഫറെന്റ് പീരിയഡിൽ എടുക്കുന്ന ചോയ്സസ്. ഇത് കൺസ്യൂമർ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കോണമി എടുക്കുമ്പം ആ എക്കോണമി, ഇപ്പൊ ഇന്ത്യൻ എക്കോണമി എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കോണമി ആ ഒരു മാക്രോ ലെവലിലാണ്. ഓക്കെ, ആസ് എ ഹോൾ എന്നുള്ള ലെവലിൽ ഒരു ബിഗ് ലെവലാണ്. അപ്പം അതിൽ എടുക്കുന്ന കോൺസെപ്റ്റ്സ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡിഫറെന്റ് ടൈം ലെവലിൽ എടുക്കുന്ന കോൺസെപ്റ്റ്സ്. അപ്പൊ പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കും. പാസ്റ്റിൽ എടുക്കുന്ന ഡിസിഷൻസ് ഫ്യൂച്ചറിനെയും എഫക്ട് ചെയ്യും. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഫങ്ഷൻസ്, ഇൻട്രസ്റ്റ് പേയ്മെന്റ്സ്, പിന്നെ ഡിമാൻഡ് ഫോർ മണി, പോസ്റ്റ് കൈനീഷ്യൻ വ്യൂ. അതിൽ എന്താ പറയുക, ഡിഫറെന്റ് എക്കോണമിക് മോഡൽസും പോസ്റ്റ് കൈനീഷ്യൻ വ്യൂ മോഡലും ഒക്കെയാണ് അതിനകത്ത് പറയുന്നത്. BECC 109 ഇന്റർമീഡിയറ്റ് മാക്രോ എക്കോണമിക്സ് പാർട്ട് 2, ഫിസിക്കൽ ആൻഡ് മോണിറ്ററി പോളിസി, ബ്ലോക്ക് 3. We have 2 units in this block. Unit 9 physical policy and Unit 10 monetary policy. അപ്പൊ ഫിസിക്കൽ പോളിസി എപ്പോൾ എടുക്കും, മോണിറ്ററി പോളിസി എപ്പോൾ എടുക്കും? ഫിസിക്കൽ പോളിസി സാധാരണഗതിയിൽ ഡിസിഷൻസ് മേക്ക് ചെയ്യാറ് നമ്മുടെ ഗവൺമെന്റ് ആണ്. മോണിറ്ററി പോളിസിയുടെ ഡിസിഷൻസ് മേക്ക് ചെയ്യാറ് RBI ആണ്. ഏതൊരു എക്കോണമിയുടെയും സെൻട്രൽ ഗവൺമെന്റ്. ഇന്ത്യൻ സിനാരിയോസിൽ പറയുമ്പോൾ അത് RBI ആണ്. RBI എടുക്കുന്ന തീരുമാനങ്ങൾ, മോണിറ്ററി പോളിസി കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്, ആരൊക്കെയുണ്ട്, അവർ ഡിസിഷൻസ് എങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ എക്കോണമിയെ ബാധിക്കുന്നത്, ബാങ്ക് ലെവലിലുള്ള സം ഡിസിഷൻസ്, അതുപോലെ തന്നെ ഫിസിക്കൽ പോളിസീസ്, നമ്മുടെ ഗവൺമെന്റ് ലെവലിലുള്ള, ഗവൺമെന്റ് ബ്യൂറോക്രാറ്റിക് ലെവലിലുള്ള പോളിസീസും കാര്യങ്ങളും ഒക്കെയാണ് ഫിസിക്കൽ പോളിസിക്കകത്തുള്ളത്. ബ്ലോക്ക് 4 സ്കൂൾസ് ഓഫ് മാക്രോ എക്കോണമിക് തോട്ട്സ്. We have 2 units. Unit 11, evolution of macroeconomic thought part 1. Unit 12, evolution of macroeconomic thoughts part 2. ഡിഫറെന്റ് ആയിട്ടുള്ള മാക്രോ എക്കോണമിക് കൺസെപ്റ്റ്സ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള എക്കോണമിസ്റ്റുകളാണ് അത് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതില് ക്ലാസിക്കൽ തിയറി, കൈനീഷ്യൻ തിയറി, പോസ്റ്റ് കൈനീഷ്യൻ തിയറി, നിയോ ക്ലാസിക്കൽ തിയറി, അങ്ങനെ ഡിഫറെന്റ് തിയറി മോഡൽസ് പഠിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണ്, ഡെഫിനിഷൻസ്, എക്കോണമിസ്റ്റുകൾ, അതിൽ അവർ പറഞ്ഞിരിക്കുന്ന തിയറീസ് ഒക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് BECC 11 ഇൻട്രൊഡക്ടറി എക്കണോമെട്രിക്സ്. ഓക്കെ, ബ്ലോക്ക് 1 econometry theory fundamentals. We have 3 units. Unit 1 introduction to econometrics. Unit 2 overview of statistical concepts. Unit 3 overview of hypothesis testing. Okay, അപ്പൊ എക്കണോമെട്രിക്സിന്റെ ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷനും റോൾസും മെത്തഡോളജിയും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സും അതുപോലെ തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗും നൾ തിയറിയും ടൈപ്പ് 1, 2 ഇറേഴ്സ്, ഇതൊക്കെയാണ് ഈ ഒരു ബ്ലോക്കിനകത്തുള്ളത്. ബ്ലോക്ക് 2 റിഗ്രഷൻ മോഡൽസ്, 2 വേരിയബിൾ കേസസ് ആണ്. 3 യൂണിറ്റ്സ് ആണ് ഈ ബ്ലോക്കിനകത്തുള്ളത്. യൂണിറ്റ് 4 സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എസ്റ്റിമേഷൻ. യൂണിറ്റ് 5 സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ ഇൻഫെറൻസസ്. Unit 6 extension of 2 variable regression models. Okay, so
റിഗ്രഷൻ മോഡൽസും അതുപോലെ തന്നെ ലീനിയർ റിഗ്രഷൻ മോഡൽ ഇക്വേഷൻസും അതിന്റെ ഡെഫിനിഷൻസും സ്പെസിഫിക്കേഷൻസും സിമ്പിൾ ലീനിയർ മോഡൽ ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ബ്ലോക്ക് 3 മൾട്ടിപ്പിൾ റിഗ്രഷൻ മോഡൽസ്. ഓക്കെ, 3 യൂണിറ്റ്സ് ഉണ്ട്. യൂണിറ്റ് 7 മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എസ്റ്റിമേഷൻ, യൂണിറ്റ് 8 മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡൽ ഇൻഫെറൻസ്, യൂണിറ്റ് 9 എക്സ്റ്റൻഷൻ ഓഫ് റിഗ്രഷൻ മോഡൽ ഡമ്മി വേരിയബിൾ കേസസ്. ഓക്കെ, അപ്പൊ ലോഗ് ലീനിയർ മോഡൽസും അതുപോലെ തന്നെ സെമി ലോഗ്, ഡബിൾ ലോഗ് ലീനിയറും പിന്നെ ഇൻഫെറൻസ്, അബൌട്ട് റിഗ്രഷൻ മോഡൽ, പിന്നെ എസ്റ്റിമേഷൻ റിഗ്രഷൻ മോഡൽ, ഇതൊക്കെയാണ് ഈ ബ്ലോക്കിലെ മെയിൻ പോയിന്റ്സ്. Lastly, DECC 110, Introductory Econometrics. Okay, block 4, treatment of violations of assumptions. Okay, we have 3 units. Unit 10, collinearity. Unit 11, heteroscedasticity. Unit 12, autocorrelations. Okay, ഇതൊക്കെ concepts ആണ്. എന്താ പറയാ, നമ്മുടെ പ്രോബ്ലംസ്, ഓക്കെ, മാത്തമാറ്റിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള സം കോൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ടു ഓർ മോർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ വരുമ്പോഴുള്ള റിഗ്രഷൻ മോഡൽസും അതുപോലെ തന്നെ ഇറർടെർമിനൻസ് റിഗ്രഷൻ മോഡലും പിന്നെ കോറിലേഷൻ അക്രോസ് ഒബ്സർവേഷൻ, ഇതൊക്കെയാണ് ഈ 2 ബ്ലോക്കിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി ബ്ലോക്ക് 5 എക്കണോമെട്രിക് മോഡൽ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിംഗ്. 2 യൂണിറ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. യൂണിറ്റ് 13 മോഡൽ സെലക്ഷൻ ക്രൈറ്റീരിയ, യൂണിറ്റ് 14 ടെസ്റ്റ് ഫോർ സ്പെസിഫിക്കേഷൻ എറേഴ്സ്. ഓക്കെ, അപ്പം ഇതിൽ ബെസ്റ്റ് മോഡൽ ചൂസ് ചെയ്യുന്ന കൺസെപ്റ്റ്സും അതിന്റെ കാര്യങ്ങളൊക്കെ ഡെഫിനേഷൻസ് ഒക്കെ ഉള്ളത്. പിന്നെ സ്പെസിഫൈഡ് മോഡൽ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതും അങ്ങനത്തെ കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് ഈ ഒരു ലാസ്റ്റ് ബ്ലോക്കിനകത്തുള്ളത്. സോ നമ്മുടെ സിലബസും അതുപോലെ തന്നെ ഏതൊക്കെ യൂണിറ്റ്സ് ആണ്, ബ്ലോക്സ് ആണ് എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി അടുത്തത് അസൈൻമെന്റ്സ് ആണ്. അത് പറയുന്നതിന് വേണ്ടിയിട്ട് മാധവി മാമിനെ. സോ സിലബസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീകോഡിംഗ് തന്നെ ഷെറിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്നുള്ള കാര്യങ്ങളിൽ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നിട്ടുണ്ട്. നേരത്തെ നിങ്ങൾ എക്സാം എഴുതിയത് കാരണം, ഫസ്റ്റ് ഇയറിൽ എക്സാംസ് ഒക്കെ എഴുതിയത് കാരണം അസൈൻമെന്റിന്റെ കാര്യം ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഓരോ പേപ്പറിന് ഇപ്പൊ നിങ്ങൾ 8 പേപ്പേഴ്സ് ആണ് എഴുതുന്നത്, അല്ലെങ്കിൽ 10 പേപ്പേഴ്സ് ആണ് എഴുതുന്നത്, 16 പേപ്പേഴ്സ് ആണ് എഴുതുന്നത്, എനി നമ്പർ ഓഫ് പേപ്പേഴ്സ് യു ആർ ഹാവിംഗ് ഈച്ച് അസൈൻമെന്റ് ഫോർ ഈച്ച് പേപ്പർ. അങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഓരോ പേപ്പറിന് ഓരോ അസൈൻമെന്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിന് അതിൻ്റെതായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളുണ്ട്. അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. സോ വെനെവർ നിങ്ങൾ സെക്കൻഡ് ഇയറിലോട്ട് മാത്രം ജോയിൻ ചെയ്യുന്നവരാണോ, ഫസ്റ്റ് ഇയറിലോട്ട് ജോയിൻ ചെയ്യുന്നവരാണോ, അതിലൊന്നും വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. നിങ്ങൾ ഒരു പേപ്പറിന്റെ അസൈൻമെന്റ് എഴുതിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഇൻ കേസ് നിങ്ങൾ ആ പേപ്പറിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല, ബട്ട് യു ഹാവ് റിട്ടൺ ദ എക്സാമിനേഷൻ ആണെങ്കിലും അത് നോട്ട് എലിജിബിൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അസൈൻമെന്റ് ഇസ് ലൈക്ക് എ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ്. എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമാണ്, അസൈൻമെന്റ് ഒരു തവണ നിങ്ങൾ വളരെ ഡെഡിക്കേറ്റഡോടും അതുപോലെ തന്നെ നല്ല രീതിക്കും പ്രസന്റ് ചെയ്ത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, provided you are getting a 40 to 45% മാർക്ക് ഇൻ ദറ്റ് അസൈൻമെന്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ത്രൂ ഔട്ട് ആ പേപ്പറിന്റെ അസൈൻമെന്റ് ഈ 4 ഇയേഴ്സിൽ എഴുതണ്ട. ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഇക്കണോമെട്രിക്സിന്റെ പേപ്പറാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ അതിന്റെ അസൈൻമെന്റ് ഓൾറെഡി സബ്മിറ്റ് ചെയ്തെങ്കിൽ ഈ 4 വർഷം നിങ്ങൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ 6 വർഷം നിങ്ങൾ എഴുതുമ്പോൾ വാട്ട് എവർ ദ ഇയർ മേ ബി, നിങ്ങൾ അത് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അതാണ് അസൈൻമെന്റ് സബ്മിഷന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ ഉണ്ടാവും, ഷോർട്ട് ആൻസർ കാറ്റഗറിയിൽ ഉണ്ടാവും, ക്വസ്റ്റ്യൻ ആൻസർ ഫോർമാറ്റിലാണ് വരുന്നുണ്ടാവുക. ഹാൻഡ് റിട്ടൺ ഫോർമാറ്റിൽ കൃത്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ അസൈൻമെന്റ്സ് കീപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നിങ്ങൾ അസൈൻമെന്റ്സ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കോപ്പി നിങ്ങളുടെ കയ്യിലും കൂടെ വെക്കണം. ടേക്ക് ആ ഫോട്ടോസ്റ്റാറ്റ് ഓർ സംതിങ് എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ അസൈൻമെന്റ് കിട്ടിയില്ല എടുത്തില്ല എന്നൊക്കെ പറയുമ്പോഴും വി നീഡ് ടു ഹാവ് എ പ്രൂഫ് അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് ഒന്ന് അവിടെ വെക്കാനും ഒന്ന് നമ്മുടെ കയ്യിൽ വെക്കാനും, അക്നോളജ്മെന്റ് സ്ലിപ്പും നമ്മുടെ കയ്യിൽ വെക്കണം. അൺലെസ് ആൻഡ് അൺടിൽ നമ്മുടെ ഗ്രേഡ്, അസൈൻമെന്റിന്റെ ഗ്രേഡ് വരുന്നത് വരെ ഇതൊന്ന് മേക്ക് ഷുവർ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ ഇഗ്നോയുടെ സ്റ്റഡി സെന്ററിൽ, അതായത് അക്കാഡമിക് കൗൺസിലേഴ്സ് ആണ് നിങ്ങളുടെ അസൈൻമെന്റ്സ് ചെക്ക് ചെയ്യുന്നതും അതിന്റെ മാർക്കും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്യുന്നതൊക്കെ.
ഓക്കെ, മിനിമം ഒരു 35. അപ്പൊ നിങ്ങൾ ഡിഗ്രി കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ പൊതുവെ പറയുന്നത് 30 to 35 എന്നുള്ളതാണ്. സോ ഗോ ഫോർ എ 40%. അത് നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ലാൻഡിംഗ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ദാറ്റ് ഇസ് എ സേഫർ സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയമാകുമ്പോഴത്തേനും അസൈൻമെന്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഇനി അസൈൻമെന്റ് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയില്ല എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക, പുതിയതായിട്ട് ഫ്രഷ്ലി റിലീസ് ചെയ്ത അസൈൻമെന്റ് ഡൗൺലോഡ് ചെയ്യുക, എഴുതുക, റീസബ്മിറ്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. അസൈൻമെന്റിന്റെ കാര്യത്തിൽ അത്രമാത്രം ഭയങ്കര ഇഷ്യൂസ് കാര്യങ്ങളൊന്നും പൊതുവെ വന്ന് കണ്ടിട്ടില്ല. ഓക്കെ, 1 year ആണ് അസൈൻമെന്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ജാനുവരിയിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡിസംബർ വരെ ആയിരിക്കും അസൈൻമെന്റിന്റെ വാലിഡിറ്റി വരെ. ജൂലൈയിലാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ നെക്സ്റ്റ് ജൂലൈ വരെ ആയിരിക്കും അസൈൻമെന്റിന്റെ വാലിഡിറ്റി വരുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ ടെർമിനലിന്റെ എക്സാമിനേഷനെ പറ്റിയിട്ട് വർഷത്തിൽ 2 തവണയാണ് എക്സാംസ് നടക്കുന്നത്. 6 മാസം കൂടുമ്പോൾ. നിങ്ങൾ സെമസ്റ്റർ ബേസ്ഡ് ആയിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പക്ഷെ നിങ്ങൾക്ക് കോഴ്സ് വന്നിട്ട് ചിലപ്പോൾ ഇയർ വൈസോ സെമസ്റ്റർ ബേസ്ഡോ ആയിരിക്കും. എങ്ങനെയാണോ നിങ്ങളുടെ കോഴ്സ് സ്ട്രക്ചർ ചെയ്ത് വെച്ചിരിക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ടാവുക. BA എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഇയർ വൈസ് കോഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളിപ്പോ അഡ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ജാനുവരിയിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡിസംബറിലെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. പ്രൊവൈഡഡ് നിങ്ങൾക്ക് ഏത് പേപ്പർ വേണം അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി ആ സമയം ഈ എക്സാമിന്റെ ടൈം അനുബന്ധിച്ചിട്ടാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്. ജൂണിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ മാർച്ച് ഏപ്രിൽ ടൈമിലായിരിക്കും അസൈൻമെന്റ് സബ്മിഷൻ. ഡിസംബറിലാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബർ ടൈമിലായിരിക്കും അസൈൻമെന്റ് സബ്മിഷൻ വരുന്നുണ്ടാവുക. നിങ്ങളുടെ അതത് സ്റ്റഡി സെന്റർ കൃത്യമായിട്ട് ഒരു ഡേറ്റ് പറയും. ദാറ്റ് ഇസ് എ ഫൈനൽ ഡേറ്റ് യു ആർ ഗോയിങ് ടു സബ്മിറ്റ് യുവർ അസൈൻമെന്റ്സ്. അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റങ്ങളൊന്നും വരാനായിട്ടുള്ള ചാൻസ് ഇല്ല, അൺലെസ് ഇഗ്നോ നമ്മുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് വരെ. അപ്പൊ ഈ ഡിസംബറിൽ എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനൊക്കെ ആയിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാം എഴുതുന്ന സമയത്ത് എത്ര പേപ്പർ എഴുതാം. ഇപ്പൊ നിങ്ങൾക്ക് 8 പേപ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 8 പേപ്പേഴ്സിന്റെ അവൈലബിലിറ്റി ആയിട്ടുണ്ടാവും. 8 പേപ്പേഴ്സ് എഴുതണോ, 1 പേപ്പർ എഴുതണോ, 2 പേപ്പർ എഴുതണോ, ഇതെല്ലാം നിങ്ങളുടെ മാത്രം ഡിസ്ക്രിപ്ഷനിൽ വരുന്ന കാര്യങ്ങളാണ്. യു കെൻ ഡിസൈഡ് ഹൗ മെനി പേപ്പേഴ്സ് യു വാണ്ട് ടു അറ്റൻഡ് എന്നുള്ളത്. നിങ്ങളുടെ കോഴ്സ് പീരീഡ് കഴിയുന്നത് വരെ, ഇപ്പൊ ഒരു 3 year പ്രോഗ്രാം ആണെങ്കിൽ 6 years വരെ വാലിഡിറ്റി ഉണ്ടാവില്ലേ, 6 yearsനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഇതിലൊരു കാര്യമുള്ളൂ. ഓക്കെ, അല്ലാതെ വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇനി നെക്സ്റ്റ് ഫൈനൽ റിസൾട്ട് ഗ്രേഡ് കാർഡിൽ വരുന്നുണ്ടാവും. നിങ്ങൾ ഗ്രേഡ് കാർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഫൈനൽ ഗ്രേഡ് കാർഡിൽ എപ്പോഴും ഈ പറഞ്ഞതുപോലെ തന്നെ 100 മാർക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. വെദർ യു റൈറ്റ് ദി എക്സാം ഫോർ 25 മാർക്സ്, 50 മാർക്സ്, 45 മാർക്സ്, എനി മാർക്സ്, അതൊന്നും ഇവിടെ ഒരു വിഷയമുള്ള കാര്യമല്ല. ഗ്രേഡ് കാർഡിൽ എപ്പോഴും 100ലേക്ക് കൺവേർട്ട് ചെയ്ത മാർക്ക് ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ഗ്രേഡ് കാർഡിൽ 30% നമ്മുടെ അസൈൻമെന്റ് 100 മാർക്സിലുള്ള അസൈൻമെന്റിന്റെ 30% മാർക്കും ടെർമിനലിന്റെ എക്സാമിനേഷന്റെ 70% മാർക്കും കൂടെ കൂട്ടിയിട്ടാണ് ഓവറോൾ ഗ്രേഡ് കാർഡ് വരുന്നുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ കോഴ്സ് കംപ്ലീഷന്റെ കാര്യങ്ങൾ. ഇനി മോഡേൺ ടൂൾസ് ഫോർ ആൻ എൻഹാൻസ് ലേണിംഗ് എക്സ്പീരിയൻസ്, അതായത് നമ്മുടെ ലേൺ വൈസ് എന്തൊക്കെ സപ്പോർട്ടാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ ഓക്കെ, നമ്മുടെ കോർ ലേണിംഗ് റിസോഴ്സസ് ഏതൊക്കെയാണ്? നമ്മുടെ കോർ ലേണിംഗ് റിസോഴ്സസ് റെക്കോർഡഡ് ഓർ ലൈവ് വീഡിയോ ലെക്ചേഴ്സ് എന്ന് പറയുന്നതാണ്. ഒരു പേപ്പറിന്റെ റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമ്മളിവിടെ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നപ്പോ നിങ്ങളുടെ ഷെറിൻ മാം ഓൾറെഡി നേരത്തെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുള്ളി അവൈലബിൾ ആണ് എന്ന് പറയുന്നതിന്റെ റെക്കോർഡഡ് വീഡിയോസും ലൈവ് ലെക്ചേഴ്സും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് കണ്ടിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പിന്നെ അടുത്തത് വാല്യൂ ആഡഡ് നോട്ട്സ് അല്ലെങ്കിൽ HB, ഏതെങ്കിലും രീതിയിൽ ഷോർട്ട് നോട്ട്സ് ആണ് ഉദ്ദേശിക്കുന്നത്. എക്സാം PD ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ് ആണ് ഉണ്ടാവുന്നത്. വാല്യൂ ആഡഡ് നോട്ട്സ് ആൻഡ് എക്സാം സ്പെഷ്യൽ ഗൈഡ്സ് ഓർ എക്സാം PD എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്സ് ഡിവൈസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം, നമുക്കത് സ്ക്രീൻഷോട്ട് ചെയ്യാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ ഉള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് ഇതിനകത്തില്ല. നമ്മൾ ആപ്പ് നോക്കി തന്നെയാണ് നമ്മൾ പഠിക്കുന്നത്. അത് ഇവിടുത്തെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്സ് ഉണ്ടാക്കുന്ന നോട്ട്സ് ആണ്. പിന്നെ നമുക്ക് SLM കൂടെ നിങ്ങളുടെ ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്സ് ആണ്. അതായത് റിലീസ് ചെയ്യുന്ന, അതായത് ഓരോ സൈക്കിളിൽ റിലീസ് ചെയ്യുന്ന അസൈൻമെന്റിന്റെ ക്വസ്റ്റ്യനും ആൻസറും ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ അത് തന്നെ ഡിറ്റോ കോപ്പി ചെയ്ത് എഴുതാനല്ല ഉദ്ദേശിക്കുന്നത്. മേക്ക് ഇറ്റ് ആസ് എ ഗൈഡ് ആൻഡ് റൈറ്റ് ദി ആൻസേഴ്സ് ഫോർ ദ സെയിം. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ഇനി അതല്ലാതെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളല്ലാതെ കുറച്ചും കൂടെ ഉള്ള ഒരു എൻഹാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്. അത് നമ്മുടെ മെഷീൻ ലേണിംഗ് ടൂൾസ് ഉപയോഗിച്ച് സഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എന്താ പറയാ ഒരു
ബാച്ച് ഓഫ് ടീം വർക്ക് ചെയ്തതിന് ശേഷമായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടാവുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസ് ചെയ്യല്ല, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ നമ്മൾ ബേസ്ഡ് ചെയ്തിട്ട് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് മേക്ക് ചെയ്യും. അപ്പൊ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ഇത്രമാത്രം ക്വസ്റ്റ്യൻസ് ഇന്ന ബ്ലോക്കിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾ ഇഗ്നോ ഫോക്കസ് കഴിഞ്ഞ ഇഗ്നോ ഫോക്കസ് 4.0 എന്ന് പറയുന്ന ഒരു സെഷൻ നമ്മുടെ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ക്ലിയർ ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഓരോ എക്സാംസ് വരുമ്പോഴും നമ്മൾ ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഇതിന്റെ അണ്ടറിലാണ് സാധാരണഗതിയിൽ ഇത് ചെയ്ത് കണ്ടിരിക്കുന്നത്. ദെൻ വിൽ ഗോ ഫോർ ദ ഇഗ്നോ മോഡൽ എക്സാമിനേഷൻ. സെലക്ട് ചെയ്ത 1-2 പേപ്പേഴ്സിന് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പേപ്പേഴ്സിന് ഫ്രം നിങ്ങളുടെ അതത് മെന്റേഴ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. നോർമൽ ആയിട്ടുള്ള രീതിയിൽ സൂം പ്ലാറ്റ്ഫോം വഴി നിങ്ങളെ എല്ലാവരെയും ഇരുത്തി നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് മോഡൽ എക്സാംസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ എക്സാം രജിസ്ട്രേഷൻ ടൈം ആകുമ്പോഴത്തേക്ക് ഇപ്പൊ ഡിസംബർ എക്സാം ആണ് നമുക്ക് അടുത്ത് നിൽക്കുന്നത്. ഡിസംബർ എക്സാമിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ ജൂൺ എക്സാമിനോടനുബന്ധിച്ചിട്ട് നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ഡെസ്ക് ഉണ്ടാവും. അതായത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എക്സാം രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അഡ്മിഷന്റെ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്തതുപോലെ തന്നെ ദർ ഇസ് എ സെപ്പറേറ്റ് ടീം ഫോർ ദാറ്റ്, എക്സാം സ്പെഷ്യൽ ഡെസ്ക് എന്ന് പറഞ്ഞിട്ട്. ദെൻ വിൽ ഹാവ് ആൻ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം, EEP പ്രോഗ്രാം എന്ന് പറയും. ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുക എന്നതിൽ മറിച്ച് നിങ്ങളുടെ കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യുക, അറിയാവുന്ന ഇംഗ്ലീഷ് കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് മറ്റുള്ളവരോട് പറയുക എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു എക്സ്റ്റേണൽ ഫാക്കൽറ്റി വന്നിട്ട് എടുക്കുന്ന ഒരു സെഷനാണ്. ദെൻ വിൽ കണ്ടക്ട് ഓൾ ദ കോ കരിക്കുലർ ഇവന്റ്സ്. നിങ്ങൾക്കറിയാം നമ്മളിപ്പോ ഈ അടുത്ത് ടീച്ചേഴ്സ് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ, അതുപോലെ തന്നെ ഓണം, അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസും നമ്മൾ നമ്മുടേതായിട്ടുള്ള ലിമിറ്റേഷനിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരെയും ടേക്ക് പാർട്ട് ചെയ്തിട്ട് നമ്മൾ കോ കരിക്കുലർ ഇവന്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അപ്സ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ ചില സ്കിൽസ് ഇംപ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ചില ഏരിയാസിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള അറ്റൻഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ദ ഹോൾ ലേൺ വൈസ് ടീമിന് അല്ലെങ്കിൽ ലേൺ വൈസിലുള്ള 1000s അല്ലെങ്കിൽ 2000s ഓഫ് ലേണേഴ്സിന് എല്ലാവരെയും കൂടെ വെച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു സെഷൻസും കണ്ടക്ട് ചെയ്യാറുണ്ട് യൂസിങ് ദ എക്സ്റ്റേണൽ ഫാക്കൽറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ആപ്പിനകത്തും കാര്യങ്ങളിനകത്തും ഉള്ളത്. അപ്പോൾ ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോ ഷെറിൻ മാം പറഞ്ഞതായിക്കോട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞതായിക്കോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടോ? Like you need clarification in any of these portions ഉണ്ടെന്നുണ്ടെങ്കിൽ you can ask right now. So yeah, ഇപ്പോ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങളൊക്കെ പറഞ്ഞത് എല്ലാം ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു. സോ ഇനി സെക്കൻഡ് ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ ലെറ്റ് ദിസ് സെക്കൻഡ് ഇയർ നിങ്ങൾക്ക് ഈ സെക്കൻഡ് ഇയർ ഫസ്റ്റ് ഇയർ പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. സെക്കൻഡ് ഇയർ കഴിഞ്ഞ് തേർഡ് ഇയർ കഴിഞ്ഞൊരു ഡിഗ്രി ഹോൾഡേഴ്സ് ആയിട്ട് നമ്മുടെ ഈ ഒരു ബാച്ചിൽ നിന്ന് നിങ്ങൾ പുറത്തോട്ട് വരട്ടെ എന്ന് എന്റെ സൈഡിൽ നിന്നും ലേൺ വൈസിന്റെ ടീമിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് ഒരു ആശംസ തരുവാണ്. സോ ഇത്രയും നേരം പേഷ്യന്റ്ലി ഞങ്ങളെ ലിസൺ ചെയ്തിട്ടിരുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ പേഴ്സണലിയും ലേൺ വൈസിന്റെ ടീമിന്റെയും വക, അതുപോലെ തന്നെ ഷെറിൻ മാമിന്റെയും ഫാത്തിമ മാമിന്റെയും ബിഹാഫില് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സിലബസ് ഡീകോഡിംഗ് തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്ന നിങ്ങളുടെ ഷെറിൻ മാമിനും, അതുപോലെ തന്നെ റെക്കോർഡിംഗ് ഡ്യൂട്ടിക്കായാലും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഫാത്തിമ മാമിനും ഒരു താങ്ക്സ് പറയുന്നുണ്ട്.